ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു യാത്രയിലാണ്. ഇവിടെ ട്രെയിനെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ പക്ഷേങ്കിൽ നമ്മളെ NCERT സീരീസ് ചാലഞ്ചിൻ്റെ ആ ഒരു സംഭവത്തിന് ഈ ഒരു യാത്രയിൽ നിന്ന് എന്തായാലും ഒരു എക്സ്ക്യൂസ് അല്ല. അപ്പോൾ നമ്മൾ കാണാൻ പോവാണ്. ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് +1 ഒരു ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണോ അല്ലേ? അപ്പോൾ +1 ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഫിസിക്സിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ +1 NCERTൻ്റെ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിന് വരാൻ ചാൻസില്ല, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ഒന്നാമത്തേതാണ് ഈ കാണുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ സ്യൂട്ടബിൾ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. ഇത് ആക്ച്വലി 1 മാർക്കിൻ്റെ കാറ്റഗറിയിൽ വന്നാലായി, പക്ഷേ 1 മാർക്ക് പോലും നമുക്കിനി വളരെ വിലപ്പെട്ടതാണ്. 1 മാർക്ക് പോലും ഇനി നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. അപ്പോൾ 4 കൺവേർഷൻ കൊടുത്തിട്ടുണ്ട്, 4 എണ്ണത്തിന് നമ്മൾ ചെയ്യണം. അതായത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ, അതായത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഈക്വൽ ടു എത്ര ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മീറ്റർ സ്ക്വയർ. അതിൻ്റെ ആൻസർ വരുന്നത് ഈ ഒരു വാല്യൂസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹാർഡാക്കി വെക്കുവാനുള്ളത്. അതായത് 10⁻⁷ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതേപോലെ 1 മീറ്റർ ഈക്വൽ ടു ഹൗ മച്ച് ലൈറ്റ് ഇയേഴ്സ്. ഇതെല്ലാം ആക്ച്വലി കുറച്ചും കൂടി നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ഭാഗങ്ങൾ, അതുകൂടി ഞാൻ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി നോ 1 മീറ്റർ ഈക്വൽ ടു 1.057 × 10⁻⁻16 ലൈറ്റ് ഇയേഴ്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ആക്ച്വലി ആക്സിലറേഷനാണ്. അപ്പോൾ ഇതിൽ എന്തിലേക്ക് മാറ്റണം, കിലോമീറ്റർ പെർ അവർ സ്ക്വയറിലേക്ക് മാറ്റണം. അപ്പോൾ എത്ര വരും അത്? നമ്മൾ ആൻസർ വരിക 3.9 × 10⁻⁴ കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. ഇതിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വാല്യൂ മാറണം എന്നായിരിക്കും ചോദിക്കുക. ഇതിന് ട്വിസ്റ്റ് ചെയ്തിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടൊന്നും ചോദിക്കുന്നില്ല. വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുക. 3.9 × 10⁻⁴ കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. അതേപോലെ G = നമുക്കറിയുന്ന വാല്യൂ ആണ് 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് വാല്യൂ. അത് നമ്മൾ എന്തിലേക്ക് മാറ്റണം, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരുന്നത് 6.67 × 10⁻⁻8 സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരുന്നു. ഓക്കെ, സോറി, ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബ് ആയില്ലത്. 6.67 × 10⁻⁸ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ ഗ്രാം സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4 കൺവേർഷൻസ് എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. ഇത് എവിടെയെങ്കിലും പേപ്പറിലോ നമ്മളെ കടലാസിലായിട്ട് ഇത് എഴുതി വെക്കുക. ഇത് ചിലപ്പോൾ എക്സാമിന് 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ മൂഞ്ചി പോകാൻ പാടില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ചും കൂടി നിങ്ങൾ ചെയ്യാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് എ കലോറി ഈസ് എ യൂണിറ്റ് ഓഫ് ഹീറ്റ് ഓർ എനർജി. നമുക്കറിയുന്ന കാര്യം. ആൻഡ് ഇറ്റ് ഈക്വൽസ് അബൌട്ട് 4.2 ജൂൾ where 1 joule equal to 1 kilogram meter square per second square. ഇതൊക്കെ ഫാക്റ്റാണ്. സപ്പോസ് വി എംപ്ലോയ് എ സിസ്റ്റം ഇൻ യൂണിറ്റ്സ്. നമ്മൾ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാം, സിസ്റ്റം ഓഫ് യൂണിറ്റ് കൊണ്ടുവരാം. ഇൻ വിച്ച് ദ യൂണിറ്റ് ഓഫ് മാസ് ഈക്വൽസ് ആൽഫ കിലോഗ്രാം, ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് ബീറ്റ മീറ്റർ, ദ യൂണിറ്റ് ഓഫ് ടൈം ഇസ് ഗാമ സെക്കൻഡ്. ഷോ ദാറ്റ് എ കലോറി ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 4.2. അതായത് പ്രൂവ് ദാറ്റ്, അതായത് ഇവിടെ സംഭവം നമ്മൾ പ്രൂവ് ചെയ്യാൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് 4.2 ആൽഫ റേസ് ടു -1 ബീറ്റ റേസ് ടു -2 ഗാമ റേസ് ടു 2 ഇൻ ടേംസ് ഓഫ് ദ ന്യൂ യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ തുടങ്ങുക? നമ്മൾ ആദ്യം അറിയുന്നത് ഡയമെൻഷണൽ ഫോർമുല. നമ്മളെ എനർജീൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ml² T⁻⁻² ആണ്. നമ്മളെ എനർജീൻ്റെ ഇത് ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ മാസിനെ നമ്മളെ ഡയമെൻഷൻസിൽ m വെച്ചിട്ടും ലെങ്ത്തിനെ L വെച്ചിട്ടും ക്യാപിറ്റൽ L വെച്ചിട്ടും ടൈമിനെ ക്യാപിറ്റൽ T വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് സിസ്റ്റത്തിൽ മാസ് m1, ലെങ്ത്ത് L1, ടൈം T1. അതേപോലെ സിസ്റ്റം 2ൽ മാസ് m2, ലെങ്ത്ത് L2, ടൈം T2. മാസ് നമുക്ക് പൊതുവെ അറിയുന്ന കാര്യമാണ്. നമ്മളെ നോർമൽ കൺവെൻഷൻ പ്രകാരം നമ്മളെ മാസ് എന്ന് പറയുന്ന 1 കിലോഗ്രാമും നമ്മൾ ലെങ്ത്ത് പറയുന്ന 1 മീറ്ററും ടൈം 1 സെക്കൻഡായിട്ടും ഉള്ളത്. നമ്മളിപ്പോൾ പുതിയതായിട്ടുള്ള യൂണിറ്റിൽ ഇപ്പോൾ എന്തെല്ലാം പറയുന്നത്, m2 എന്ന് പറയുന്ന ആൽഫ കിലോഗ്രാം. ഇവിടെ എവിടെയോ പറയുന്നുണ്ടല്ലോ, മാസ് ഈക്വൽ ആൽഫ കിലോഗ്രാം, ലെങ്ത് ഈക്വൽസ് ബീറ്റ മീറ്റർ, ടൈം ഈക്വൽസ് ഗാമ സെക്കൻഡ്. അതായത് ഇതിൻ്റെ ഫോർമുല ഇത്രയേ ഉള്ളൂ. N1U1 ഒരു പുതിയ സിസ്റ്റം വരുമ്പോൾ നമ്മളതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് N1U1 = N2U2 ആണ് അതിൻ്റെ ഫോർമുല വരിക. അപ്പോൾ അതായത് ഫോർ എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ദ പ്രൊഡക്റ്റ് ഓഫ് ഇസ് മാഗ്നിറ്റ്യൂഡ്. ഈ N1 എന്ന് പറയുന്നത് അതിൻ്റെ N1 ഈസ് പറയുന്ന അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഈ പറയുന്ന N1 പോട്ടെ, N എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ്, U എന്ന് പറയുന്നതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ വേർഡ് തന്നെ ഉണ്ട്, U യൂണിറ്റ്.
അപ്പോൾ എന്താ നമുക്കിവിടെ N1 അറിയാം, U1 അറിയാം. അതായത് N1 എന്ന് പറയുന്നത് ഇത്രക്കാർ ഈ 3 U1 എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഇത് നമ്മുടെ ഡയമെൻഷന് ഈ ml² T⁻². N2 എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൽഫ ബീറ്റ ഗാമ. U2 നമുക്കറിയില്ല, U2 അല്ല U2 ഇതാ ഈ ഡയമെൻഷൻസ് ഇത് തന്നിട്ടുണ്ട്. N2 നമുക്കറിയില്ല. N2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള N2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് N2 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ N2 കണ്ടുപിടിക്കുമ്പോൾ N1 U1 ഈ U2ന് താഴെ പറഞ്ഞേക്കും. അപ്പോൾ N2 = N1 × U1/U2. അപ്പോൾ എന്താ N1 ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 4.1 ജൂൾസാണ് തന്നിട്ടുള്ളത്. N1 = 4.2 ജൂൾസ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അതേപോലെ U1ൻ്റെ സ്ഥലത്ത് m1l1² T1⁻². അതേ സമയത്ത് ഡിവൈഡഡ് ബൈ U2 എന്ന് പറയുന്നത് m2l2². അതായത് ബേസിക്കലി ഇതെന്താണ്, ഇത് നമ്മളെ ആദ്യത്തെ സിസ്റ്റത്തിൻ്റെ ഡയമെൻഷൻസ്, ഇത് രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ ഡയമെൻഷൻസ് ആണ്. അപ്പോൾ എന്താ 4.2 ഇൻറ്റു ഇതിനെ ജസ്റ്റ് ക്ലബ് ചെയ്തിട്ട് എഴുതി m1/m2 ഇൻറ്റു l1/l2². അതായത് ഇതിനെ തുറന്നു കഴിഞ്ഞാൽ l1²/l2². അതിനെ എന്താണ് കോമൺ ആയിട്ട് l1/l2² ആക്കി എഴുതി. ഇവിടെ -2 കോമൺ ആക്കി എടുത്തുകൊണ്ട് T1/T2² എഴുതി, അല്ല T1/T2⁻² ആക്കി എഴുതി. അപ്പോൾ എന്താ നമുക്കറിയുന്ന m1 എന്ന് പറയുന്നത് 1 ആണ്. ഇതിൽ ആക്ച്വലി ഇവിടെ എഴുതിയ സാധനങ്ങളാണ്. m1 എന്ന് പറയുന്നത് 1/ആൽഫ ഇൻറ്റു 1/β². L1 എന്ന് പറയുന്ന 1, L2 എന്ന് പറയുന്നത് ബീറ്റ ഇൻറ്റു 1/, അതായത് T1 എന്ന് പറയുന്നത് 1 സെക്കൻഡ്. അതായത് ഇവിടെ കിലോഗ്രാം, ഇവിടെ മീറ്റർ, ഇവിടെ സെക്കൻഡ്. ഇത് 2 പ്രാവശ്യം മീറ്ററും കിലോഗ്രാമും ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ എന്താ 1/β² ഇൻറ്റു 1/γ². അപ്പോൾ എന്ത് കിട്ടി, N2 4.2 ഇൻറ്റു α². ഇതായത് നമ്മളിപ്പോൾ 1/x = x⁻⁻1 എന്ന് പറഞ്ഞിട്ട് എഴുതുക. x⁻². എന്ന് പറയുമ്പോൾ എന്താ, ഈ 1/ എന്ന് പറയേണ്ടത് നമ്മൾ റെസിപ്രോക്കൽ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുക, ആ പവർ അതിന് ഇട്ട് കൊടുക്കുക. ആ പറയുന്ന 2 1/x². ഇതിപ്പോൾ x⁻⁻5 ആണെങ്കിലോ 1/x⁵5 അങ്ങനെ പറഞ്ഞിട്ടാണ് വേണ്ട, അങ്ങനെ പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ എന്താ 1/α നമുക്ക് α⁻1 ഇതാ. ഇതിപ്പോൾ 1/β² എന്ന് പറയുമ്പോൾ എടുത്ത് പോയി 1/β² എന്ന് പറയുമ്പോൾ 1² ഡിവൈഡഡ് ബൈ β². 1² നമുക്കറിയാം 1 ആണ്, β². ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഞാനിവിടെ ഈ കാണിച്ച എന്താണ്, ഈ x⁻⁻2 1/x² ആണെങ്കിൽ 1/x² തിരിച്ചിട്ട് നമുക്ക് x⁻2 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ. അതിനെ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് 1/β² ഞാൻ β⁻2 എന്ന് പറഞ്ഞ് എഴുതി, β⁻2. അതേപോലെ ഇവിടെ 1/, അതായത് 1/γ⁻², അതായത് 1⁻² ഡിവൈഡഡ് ബൈ γ⁻². ഞാൻ ആ പവർ സ്പ്ലിറ്റ് ചെയ്ത് ഈ 1 എനിത്തിങ് 1 തന്നെ, γ⁻², ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്തായി മാറും, നമ്മൾ ഈ പറയുന്ന γ⁻² ആയിട്ട് മാറും. താഴെയിൽ എന്താണോ പവർ അത് മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിനെ നെഗറ്റീവ് ആവും. നമ്മളിപ്പോൾ താഴെയിൽ 2 മുകളിലേക്ക് പോകുന്ന സമയത്ത് -2 ആകുന്നുണ്ടെങ്കിൽ -2 എന്താണ് മുകളിലേക്ക് പോകുന്ന സമയത്ത് 2 ആയി മാറും. അതിൻ്റെ നേരെ സൈന് റിവേഴ്സ് ചെയ്യുന്ന ആലോചിച്ചാൽ മതി, സൈന് ഓപ്പോസിറ്റ് ആവും. അപ്പോൾ എന്താ γ⁻². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, N2 1 calorie = 4.2 ഇൻറ്റു α⁻1 ഇൻറ്റു β⁻2 ഇൻറ്റു γ⁻2 അല്ല γ² എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തി, ഹെൻസ് LHS = RHS. ഇതൊരുമാതിരി ആയിട്ട് എന്ന് പറയാം, നമ്മളെ മാത്സിൽ ട്രിഗ്നോമെട്രിറ്റും ചെയ്യുന്ന പോലെ ഉണ്ട്. LHS = RHS, ഹെൻസ് ദി പ്രൂഫ്. ഇത് ഞാൻ ഇത്രയും ടൈം എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പക്ഷേ NCERT എക്സാമ്പിൾ, അതായത് എക്സസൈസ് ക്വസ്റ്റ്യൻ ആയത് നിങ്ങളത് ക്വസ്റ്റ്യനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഓൾറെഡി. നിങ്ങൾ എന്താ പറയുക, ഇതിപ്പോൾ സീരീസ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ NCERT ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഷെഡ്യൂൾ ഇട്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യന് മുൻപ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ സോൾവ് ചെയ്ത് തന്നിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യന്, ഇത് ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇതിൻ്റെ എന്താണ് നമ്മളെ ഈ പറയുന്ന ഫോർമുല അറിയണം. എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ഹൗസ് ഓക്യുപ്പൈസ് എൻ ഏരിയ ഓഫ് 1.75 cm² ഓൺ എ 35 mm slide. The slide is projected onto a screen and the area of the house on the screen is 1.55 m². എത്ര ഡാറ്റ എല്ലാം ഇവിടെ എന്തായാലും ഡാറ്റ എല്ലാം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ, ഇതൊന്നും എന്നാൽ ഔട്ട് ഓഫ് സിലബസ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയത്. അപ്പോൾ അങ്ങനെ
ഇത് ഔട്ട് ഓഫ് സിലബസ് എന്നൊന്ന് പറഞ്ഞാൽ ഒരു ന്യായീകരണത്തിനോട് സ്ഥാനമില്ല. അപ്പോൾ ഏരിയ ഓഫ് ഒബ്ജക്റ്റ് നമുക്ക് എത്ര അറിയാം? 1.75 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ല, സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ഇല്ലോണ്ട് അതിൻ്റെ സ്ക്വയർ എടുക്കാം. അവിടെ 10⁻⁴ എന്ന് പറയുന്ന ഫാക്ടർ വരും. അപ്പോൾ അത്രയും മീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ഒബ്ജക്റ്റ് ഇത്ര, ഏരിയ ഓഫ് ഇമേജ് അത് മീറ്റർ സ്ക്വയർ തന്നെയല്ലേ, ഇത് 1.55. അപ്പോൾ ഇതിനെ മാറ്റേണ്ട ആവശ്യമില്ല. ഏരിയൽ മാഗ്നിഫിക്കേഷൻ, അതായത് ഏരിയൽ മാഗ്നിഫിക്കേഷൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത് ഏരിയ ഓഫ് ഇമേജ് അല്ല, ഇത് ബൈ ഇതല്ല, ഇത് ബൈ ഇതാണ്. ഏരിയ ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ 1.55 ഡിവൈഡഡ് ബൈ 1.75 ഇൻറ്റു 10⁻⁴ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, സമാധാനം ചോദിക്കുക. 8857 എന്ന് പറയുന്ന ഒരു എന്താണ് നമ്മളെ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി കിട്ടും. കാരണം എന്താ, ഏരിയ ബൈ ഏരിയ അതിൻ്റെ യൂണിറ്റ് കട്ടായി പോകും, യൂണിറ്റ് ലെസ് ആയിരിക്കും. അപ്പോൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കിട്ടിയ ആൻസറിൻ്റെ സ്ക്വയർ റൂട്ടാണ്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടോ ഞാനതിന് ഏരിയൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചത്. കാരണം ലീനിയർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഏരിയൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ ഇതിന് സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 94 കിട്ടുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 94 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഫോർമുല അറിയണം. ഈ ഫോർമുല അറിയില്ലെങ്കിൽ എത്ര സിമ്പിൾ 2 സ്റ്റെപ്പാണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടാവും, പക്ഷേ എങ്കിൽ ഫോർമുല അറിയില്ലെങ്കിൽ ആ കാൽക്കുലേറ്റർ വെറുതെ, അതിനെക്കൊണ്ട് പിന്നെ ഒരു പ്രത്യേകിച്ചിട്ട് ഉപകാരമില്ല. നിങ്ങൾ കുറേ വെറുതെ പൈസ വേസ്റ്റ് ആക്കി എന്നല്ലാണ്ട് അതിനെക്കൊണ്ട് കാര്യമില്ല. കാൽക്കുലേറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടണമെങ്കിൽ ഈ ഫോർമുല കൃത്യമായിട്ട് അറിയണം. അടുത്ത ക്വസ്റ്റ്യന് ഇതൊന്നും നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല. ഇത് ഡിലീറ്റഡ് സിലബസ് ആണ്. ഇത് എറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. അത് പണ്ട് പഠിക്കാനുണ്ടായിരുന്നു, ഞാനെല്ലാം പഠിക്കുന്ന കാലത്തിൽ എനിക്കിത് ചെയ്യാനുണ്ട്. ഇനി ക്വസ്റ്റ്യൻ പക്ഷേ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല. അടുത്തത് ഒരു ടഫായിട്ടില്ല ക്വസ്റ്റ്യനാണ്. കുറച്ച് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനല്ല ഞാൻ +1 ഫിസിക്സ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ കൂടിയത്. എ ഫേമസ് റിലേഷൻ ഇൻ ഫിസിക്സ് റിലേറ്റ്സ് മൂവിങ് മാസ് m with the rest mass m0 of a particle in terms of its speed v and speed of light c. This relation first arose as a consequence of special relativity. ഇവിടെ എന്തല്ലോ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ വലിയ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. Due to Albert Einstein. A boy recalls the relation almost correctly but forgets where to put constant c. He writes m is equal to m0 by 1 minus v square whole raised to 1/2. Guess where to put the missing c. അപ്പോൾ എന്താ, ഈ ഇക്വേഷൻ ഓൾമോസ്റ്റ് ശരിയാണ്, പക്ഷെ ഇവിടെ എന്തോ ഈ കോൺസ്റ്റൻറ്റ് സി ആൾ ചേർക്കാൻ വിട്ടുപോയി. ഈ നമ്മളെ കുട്ടി, എന്നെ പോലത്തെ എന്ന് പറയുന്നത് ഫിസിക്സ് ഒന്നും അത്ര വലിയ വലിയ പിടുത്തൊന്നുമില്ലാത്തൊരു കുട്ടി പോലെ ഉണ്ട് കാണുമ്പോൾ. ചങ്ങ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈൻ വലിയ നമ്മളെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൗണ്ട് വർക്കാണ് നമ്മളെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതിലുള്ളൊരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. പക്ഷേ ഇതിൽ ചെറിയൊരു മിസ്സിങ് ഉണ്ട്. ഇതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷേ ചെറിയ എന്തോ ഒരു കൂട്ടിച്ചേർക്കുക, ഇവിടെ ഒരു എഡീഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമുക്കറിയാം m is equal to m0. ഇത് നിങ്ങൾ കാണുമ്പോൾ അയ്യോ ഇത് ഭയങ്കര ഹയർ ലെവൽ ഫിസിക്സ് ആണല്ലോ, ഇതെല്ലാം മറ്റേ സയൻറ്റിസ്റ്റ് വലിയ ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് നിങ്ങളെ നോർമൽ ഡയമെൻഷൻസിൻ്റെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനാവും. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് നമുക്കറിയാം. ദ ഡയമെൻഷൻസ് ഓൺ ഈതർ സൈഡ് ഓഫ് എ റിലേഷൻ മസ്റ്റ് ബി സെയിം. ദ പവേഴ്സ് ഓഫ് m l t ഓൺ ഐതർ സൈഡ് ഓഫ് എ റിലേഷൻ മസ്റ്റ് ബി സെയിം. അപ്പോൾ നമ്മൾ ഒരു റിലേഷൻ എക്സ് എന്ന് പറഞ്ഞിട്ട് ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ നമ്മളെ ഡയമെൻഷൻ ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം, ഡയമെൻഷൻ ഓഫ് വൈ. ദെൻ ഓൺലി വി ക്യാൻ സേ ദിസ് റിലേഷൻ ഇസ് കറക്റ്റ് ഡയമെൻഷനലി ആൻഡ് ന്യൂമറിക്കലി. അപ്പോൾ അങ്ങനെ നമുക്കത് പറയാൻ പറ്റൂ. ഡയമെൻഷൻ ഓഫ് m ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് m0. ദെയർഫോർ ദ ഡിനോമിനേറ്റർ 1 മൈനസ് അവർ പറഞ്ഞു വരുന്നത്, അതായത് ഞാനിവിടെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഡയമെൻഷൻ, ഈ എമ്മിൻ്റെ ഡയമെൻഷന് ഇതിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ m എന്ന് പറയുന്ന റെസ്റ്റ് മാസ് എന്തായാലും മാസാണ്. ഇവിടെ മുകളിൽ m0 എന്ന് പറയുമ്പോൾ റെസ്റ്റ് മാസ്, ഇത് മൂവിങ് മാസ്, ഇത് റെസ്റ്റ് മാസ്. അപ്പോൾ മൂവിങ് മാസ് ആണെങ്കിൽ മാസ് എന്താണെങ്കിലും എന്ന് പറയേണ്ടത് മാസിനല്ല. ഒരാളെ വെയിറ്റ്, എൻ്റെ വെയിറ്റ് എന്ന് പറയേണ്ടത് ഇപ്പോൾ നിങ്ങളെ വെയിറ്റ് തമ്മിൽ വെയിറ്റാണ്. അത് എന്ന് പറയാം ഞാനും നിങ്ങൾ വ്യത്യസ്തനാണെങ്കിൽ നമ്മളെ രണ്ടുപേരും വെയിറ്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അതിന് എന്ന് പറയാം എൻ്റെ വെയിറ്റ് എന്തോ ഭയങ്കര സംഭവമാണ്, നിങ്ങളത് വേറെ എന്തോ സംഭവമാണ്, അങ്ങനെയല്ല. വെയിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇല്ല സംഭവമാണ്. എനിക്ക് വെയിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ബേസിക്കലി ഇഫ് ഐ ഹാവ് മാസ് യു ഹാവ് ഓൾസോ മാസ്. അപ്പോൾ മൂവിങ് മാസ് ആണെങ്കിൽ റെസ്റ്റ് മാസ് ആണെങ്കിൽ മാസാണ്.
അത് മാസം എന്ന് പറയുമ്പോൾ ഡയലോഗ് പറഞ്ഞല്ലോ ഇപ്പോൾ അല്ല. അപ്പോൾ എന്താ, നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് ആകെ മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മാത്രമല്ല. അപ്പോൾ എന്താ, റൈറ്റ് സൈഡ് മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മാത്രമായിരിക്കണം. അതായത് ഇവിടെ ഈ താഴെയില്ല ഈ വി എന്ന് പറയുന്ന വെലോസിറ്റി. അപ്പോൾ എന്ത് ചെയ്യണം, ഈ വെലോസിറ്റി, അതായത് ഈ വെലോസിറ്റി ഉണ്ടല്ലോ, ഈ വെലോസിറ്റി ഈ താഴെയുള്ള ഡിനോമിനേറ്റർ ഡയമെൻഷൻ ലെസ് ആയിരിക്കണം. ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ താഴെ നമുക്കിപ്പോൾ m = m എന്ന് പറഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്ത് വരണം, 1 വരണം. ലൈക്ക് നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 1 = 1 ഡിവൈഡഡ് ബൈ എക്സ്. ഈ എക്സ് എന്തായിരിക്കണം, ഞാൻ എക്സിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആവുക. നമ്മളതിൽ വെച്ച് 1 = 1/2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോൾസ് അല്ല, ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു എന്താണ് 1/2, കാരണം 1 നോട്ട് ഈക്വൽ ടു 0.5. 1 അരേൻ്റെ അടുത്ത് ഈക്വൽ അല്ലല്ലോ, അതല്ല അതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ത് വരണം അവിടെ, എക്സ് = 1 തന്നെ വരണം. അതാണ് അതിൻ്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോൾ 1 = 1/x ഞാൻ പറഞ്ഞു, എക്സ് എന്തായാലും 1 ആയാൽ പറ്റി. ഡിനോമിനേറ്റർ അപ്പോൾ ഇത് എന്താണ്, ഈ ക്വാണ്ടിറ്റി ഈക്വൽ ഉണ്ട്. കാരണം ഇവിടെ മുകളിൽ ഇതുണ്ട്, ഇവിടെ താഴെ വെലോസിറ്റി ഉണ്ട്, ഇവിടെ അപ്പോൾ ഡയമെൻഷൻസ് മാറില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലെഫ്റ്റിൽ മാസ് മാത്രമേ ഇല്ല. അപ്പോൾ മാസ് ഇവിടെ മാസ് മാത്രമേ, പിന്നെ ഇവിടെയും നിർബന്ധമായിട്ട് മാസ് മാത്രമായിരിക്കണം. മുകളിൽ എന്തെങ്കിലും മാസ് ഉണ്ട്, നമ്മളിനി പ്രത്യേകിച്ച് മാസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ താഴത്തെ എങ്ങനെയെങ്കിലും ഈ സാധനത്തിനെങ്കിലും തിരിഞ്ഞു മാറിയിട്ട്, സോറി ഈ ഇക്വേഷൻ അല്ല, ഈ തിരിഞ്ഞു മാറിയിട്ട് എങ്ങനെയെങ്കിലും എന്ന് പറയേണ്ടത്, എന്തെങ്കിലും ഇക്വേഷൻസ് എല്ലാം ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇതിനെ താഴെ നിന്ന് 1 ആക്കി കിട്ടിയാൽ മതി. അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം 1 - v², ഇവിടെ മുകളിൽ എന്തോ പവറിലിട്ടിട്ടുണ്ട്, റൂട്ടാണെന്ന് തോന്നുന്നു അല്ലേ. അതായത് 1 - x ഹോൾ റൈസ് ടു 1/2 എന്ന് പറയുമ്പോൾ എന്നാൽ ഈ 1/2 എന്ന് സൂചിപ്പിക്കുന്ന √x ആണ്. അപ്പോൾ എന്നാൽ 1 - x എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ എന്താണ്, ഇവിടെ എന്തോ പവറിലുണ്ട്. അപ്പോൾ √1 - എന്താണ് v². അപ്പോൾ എന്താ, ഇവിടുത്തെ ക്വാണ്ടിറ്റീസ് നോക്കുമ്പോൾ നമ്മളെ ഈ സിമ്പൽ പ്ലസ് ഓർ മൈനസിന് അപ്പുറവും ഇപ്പുറവും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇല്ല എന്താണ് ഫങ്ഷൻസ്, അതായത് അവിടെ ഇല്ല ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. ഇവിടെ ഈ സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 ആയില്ലത്. അപ്പോൾ നിർബന്ധമായിട്ടും എന്താണ്, ഇവിടെ ഇല്ല ക്വാണ്ടിറ്റിയും എന്തായിരിക്കണം, 1 ആയിരിക്കണം. എന്നാലേ ഈ ക്വാണ്ടിറ്റി എന്താവും, ഡയമെൻഷനലി കറക്റ്റ് ആവും. ഇതിപ്പോൾ v എന്ന് പറയുന്നത് വെലോസിറ്റി, നമുക്ക് വെലോസിറ്റി അറിയാം L ആണ്. അപ്പോൾ അതിന് സ്ക്വയർ ആകുമ്പോൾ L² ഉണ്ട്. നമ്മളിപ്പോൾ L² ഡിവൈഡഡ് ബൈ ഒരു എക്സ് എടുത്ത്, L² എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലേ നമുക്ക് 1 കിട്ടുക, എക്സ് = അതേ L² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഒരു ക്വാണ്ടിറ്റീനെ അതേ ക്വാണ്ടിറ്റീനെ കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്താൽ മാത്രമേ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് കട്ടായിട്ട് 1 വരും. അപ്പം നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ഈ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് എന്താണ് എവിടെയും ചേർക്കേണ്ടതില്ലതാ. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മൾ ഈ പറയുന്ന വെലോസിറ്റീൻ്റെ ഒരു ഇതിന് ഈക്വലാണ്. നമ്മൾ സി എന്ന് പറയുന്നത് എന്താ, സി ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁸ m/s. ബേസിക്കലി എന്താണ്, സ്പീഡിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. വെലോസിറ്റി സ്പീഡെല്ലാം സെയിം ക്വാണ്ടിറ്റീസ് തന്നെ. അപ്പോൾ എന്താ, ഇവിടെ v² ആണെങ്കിൽ v² ക്യാൻസൽ ചെയ്തിട്ട് 1 കിട്ടാൻ എന്ത് വേണം, c² എന്ന് പറയുന്ന ടേം വേണം. അപ്പോൾ എന്താ, ഇതൊരു സ്പീഡിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്, L² താഴെയും ഇത് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. സ്പീഡ് തന്നെയാണ് സാധനം, സ്പീഡ് ഓഫ് ലൈറ്റ് എന്നൊരു സ്പെഷ്യൽ കേസാണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ, ഇത് L² ആയി കട്ടായി = 1 ആയി. അപ്പോൾ ഈ c² ആണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. ഇതാണ് എന്താണ് നമ്മളെ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി പ്രകാരമുള്ള ഇക്വേഷന്. m = m0 ഡിവൈഡഡ് ബൈ 1 - v²/c² ഹോൾ റൈസ് ടു 1/2, അല്ലെങ്കിൽ √1 - v²/c². നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് എന്താ ചെയ്യുക, ഇതിൻ്റെ v² താഴെ ഒരു c² എഴുതി കൊടുത്താൽ മതി. ഇത് നല്ല എന്താണ് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് നല്ല ആലോചിച്ചിട്ട് ചെയ്താൽ മാത്രം കിട്ടുന്ന ക്വസ്റ്റ്യൻ. ഞാനിത് നൈസായിട്ട് തെറ്റിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഞാനിവിടെ എന്താണ് എന്തോ മുകളിൽ എന്തോ സി നേറ്റം പറഞ്ഞിട്ട് മൊത്തം അങ്ങ് തെറ്റിച്ചാളിന്. സിമ്പിളായിട്ട് 2 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ തന്നെയോ, അല്ല മാർക്കിൻ്റെ ചോദ്യം തന്നെയത്. ഞാനത് വളരെ നൈസായിട്ട് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ തെറ്റിച്ചിട്ടുണ്ട്. അത് എനിക്ക് പറ്റിയ തെറ്റ്. ഇനി നിങ്ങൾക്ക് ഈ തെറ്റ് വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, താഴെ c² v ഇങ്ങനൊരു റിലേഷൻ കണ്ടു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനെ ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പബ്ലിക് എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇനി ഈ പാഠത്തിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നത്. എന്ത് ചെയ്യുക, നേരെ ഒന്നും നോക്കണ്ട, ഇവിടെ താഴെ ഡിവൈഡഡ് ബൈ ഈ v² താഴെ ഒരു c² ഇട്ട് കൊടുക്കുക, പണി കഴിഞ്ഞു. 2 മാർക്കിൻ്റെ ക്വസ്റ്റിന് 2 മാർക്ക് നിങ്ങളെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായത്. ജസ്റ്റ് ഇത് c² താഴെയുള്ള c² മാത്രമാണ് പ്രധാനം. അപ്പോൾ അടുത്ത എന്താ,
അത് കഴിഞ്ഞ് അത് നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം പൊതുവേ എക്സാമിൻ്റെ ടഫ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. പക്ഷേ ഇപ്പോഴത്തെ പാറ്റേൺ പ്രകാരം നമ്മളെ നോർമലായിട്ടുള്ള പബ്ലിക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇത് ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്രിസ്മസ് എക്സാമിന് അനലൈസ് ചെയ്തപ്പോൾ ഞാൻ കണ്ട ടൈപ്പ് ക്വസ്റ്റനാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമ്മളെ പാരലാക്സ് മെത്തേഡിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഭാഗം. അതായത് when a planet Jupiter is at a distance of 824.7 million kilometers from the Earth, its angular diameter is measured to be 35.72. ഈ ഡാഷ് ഡാഷ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഡാഷ് ഡാഷ് മീൻസ് സെക്കൻഡ്. ഒരു ഡാഷ് എന്ന് പറയുമ്പോൾ മിനിറ്റ്, രണ്ട് ഡാഷ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓഫ് ആർക്ക്. കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ. നമുക്ക് ജൂപ്പിറ്റർ, അതായത് എർത്ത് നിന്ന് ജൂപ്പിറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി തന്നിട്ടുണ്ട്, ഇത്ര മില്യൺ കിലോമീറ്റർ. അപ്പോൾ മില്യൺ എത്രയാണ്? 10⁶. അതായത് 10 ലക്ഷമാണ് നമ്മൾ 1 മില്യനായിട്ട് കണക്കാക്കുന്നത്. 10 lakh ഈക്വൽ ടു 1 മില്യൺ. അപ്പോൾ 10 lakhൽ എത്ര സീറോസ് ഉണ്ട്? നമ്മൾ 6 സീറോസ് ഉണ്ട്. അപ്പോൾ എന്താ ഈ പറയുന്ന ആംഗുലർ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ, അത് തീറ്റ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അത് എത്ര കൊടുത്തിട്ടുണ്ട്? 35.72 ഡാഷ് ഡാഷ്. അതായത് 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചാൽ നിങ്ങൾക്കറിയാം 1 ഡിഗ്രി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് അവിടെ എത്തുന്നത്, ഇങ്ങനെ 1 റൊട്ടേഷൻ 60 മിനിറ്റ്സ്. അത് നമുക്കറിയാം. ആ 60 മിനിറ്റ്സ് എത്ര ഉണ്ട്? 60 × 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 1 ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എത്ര വരും? 1 ഡിവൈഡഡ് ബൈ 60 × 60. ഇത് മിനിറ്റിൻ്റെയാണ്, ഇത് സെക്കൻഡിൻ്റെയാണ്. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു, അതായത് 1 ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? 60 ഡബിൾ ഡാഷ് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 1 ഡിഗ്രി 60 മിനിറ്റ്സ് ആണ്. അതേപോലെ എന്താണ് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 1 എന്താണ് ഇവിടെ ഈ പറയുന്ന 1 സെക്കൻഡ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് 1 സെക്കൻഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ നേരെ നമ്മളിപ്പോൾ ഇവിടെ മിനിറ്റിനെ എന്താണ് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ സെക്കൻഡിന് മിനിറ്റിലേക്ക് ആക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/60 ഇത് മിനിറ്റിൻ്റെത് ഇൻറ്റു 60 എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെത്. അത്രയും ഡിഗ്രി ഉണ്ടാവും, അത്രയും ദാറ്റ് മച്ച് ഡിഗ്രീസ്. അപ്പോൾ 1/60 × 60 × π/180 റേഡിയൻ. ഇത് ഡിഗ്രിയിലല്ല, ഇത് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ക്വാണ്ടിറ്റി എക്സിനാ ഇത് എന്താണ് ഡിഗ്രിയിലാണെങ്കിൽ എക്സ് ഡിഗ്രീനെ നമ്മളെ റേഡിയനിലേക്ക് മാറ്റേണ്ടിക്കൽ എന്ത് ചെയ്യണം? നമ്മൾ ഇൻറ്റു π/180 എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ അത് റേഡിയനിലേക്ക് മാറും. അപ്പോൾ എന്താ ഇവിടെ പൈൻ്റെ വാല്യൂ 3.14, 60 × 60 × 180 എന്താണ്? അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി, 1 സെക്കൻഡിൻ്റെ വാല്യൂ കിട്ടി എന്താണ്? 4.85 × 10⁻⁻6 റാഡ്. റാഡിൽ നമ്മൾ പൊതുവെ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെല്ലാം നമ്മൾ യൂണിറ്റ് കൊടുക്കുക. ആംഗുലർ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ ഇത്ര കൊടുത്തിട്ടുണ്ട്, 35.72 ഇൻറ്റു എന്താണ് 4.85. കാരണം ഈ എന്താണ് 35 ഓക്കെ, പക്ഷേ ഈ 7 സെക്കൻഡ്സിലല്ലത്. അപ്പോൾ ഈ സെക്കൻഡ്സിനെ എന്തിലേക്ക് മാറ്റണം? നമ്മളെ സ്റ്റാൻഡേർഡിലേക്ക്, ക്വാണ്ടിറ്റിയിലേക്ക്, യൂണിറ്റിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് ഈ കൺവേർഷൻ മൊത്തം ചെയ്തിട്ട് ഇത്ര ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇഫ് ക്യാപിറ്റൽ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ, ദെൻ ആംഗുലർ ഡയമീറ്റർ, അതായത് തീറ്റ ഈസ് ഈക്വൽ ടു d/d. അപ്പോൾ നമുക്ക് എന്താ, നമുക്ക് തീറ്റയും അറിയാം, ഈ സ്മോൾ ഡി അറിയാം, ഡിസ്റ്റൻസ് അറിയാം. നമുക്ക് എന്താ വേണ്ടത്? ഈ മുകളിലത്തെ ഡി വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ d തീറ്റ. അത് ഞാൻ അടുത്ത പേജിൽ കാണിക്കുന്നുണ്ട്. ഇതാ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു d തീറ്റ. അപ്പോൾ എന്താ ഇത് ഇൻറ്റു ഇത്ര, നമ്മൾ രണ്ടും നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസ് നമ്മളെ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ 1.142873 കിട്ടും. അതിന് 1.429 ഇതിന് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 1.429 കിട്ടും ഇൻറ്റു 10⁵5 കിലോമീറ്റർ. എന്താണ് 1 എന്ന് പറയുമ്പോൾ ഇത്ര 1 2 3 4 5 സീറോസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡോട്ട് ഇടുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇൻറ്റു 10⁵5 അത്രയും കിലോമീറ്ററിലായിരിക്കും ആൻസർ വരിക. ഇതിപ്പോൾ മീറ്ററിലായില്ല, അതിന് കിലോമീറ്ററിലേക്ക് നമ്മൾ മാറ്റുക ചെയ്തത്. അപ്പോൾ എന്താ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അല്ല സോറി, ഇത് കിലോമീറ്ററിൽ തന്നെ ഇതിൻ്റെ ആൻസർ ഇല്ല. ഇത് അതിന് നമ്മളൊന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതിയത്. മീറ്ററിലൊന്നുമല്ല, കിലോമീറ്റർ ഇത്രയും. കാരണം മീറ്റർ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചായി പോയില്ല, കുറേ കിലോമീറ്റർ. അതായത് 1,42,873 കിലോമീറ്റർ. നിങ്ങൾ ആലോചിച്ചോ, അത് അത്ര ഉണ്ടാവും. അത് സ്പേസിലെല്ലാം നമ്മൾ നോക്കൂല. നമ്മളിപ്പോൾ എന്താണ് എർത്ത് ടു എന്ന് പറയേണ്ടത്, നമ്മളെ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, നമ്മളെ കാഞ്ഞിരം മുതൽ തലശ്ശേരി വരെ പോകുന്ന പോലെ ഒന്നല്ലല്ലോ. 9 കിലോമീറ്റർ ഉണ്ട് കാഞ്ഞിരം മുതൽ തലശ്ശേരി വരെ. അതുപോലെയല്ലല്ലോ നമ്മളെ എർത്ത് നിന്ന് ജൂപ്പിറ്ററിലേക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര എന്താണ് വലിയ ഒരു ക്വാണ്ടിറ്റിയിലെ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇത്ര വലിയ ഫാക്ടറിലായിരിക്കും ഡിസ്റ്റൻസ് എല്ലാം വരും അവിടെ. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റർ ചെയ്തോളുക. നമ്മൾ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് ഇനി എന്താ
ഇതിൽ ഇനി ഞാൻ കാണിച്ചു തരാം ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അതായത് സെലക്റ്റഡ് NCERT എക്സാമ്പിളർ. ഇത് NCERT എക്സാമ്പിളർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത, പക്ഷേ NCERTനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ പ്രോബ്ലംസ് ആയത്. ഐ മീൻ JEE NEET ലെവലിൻ്റെ അത്രയും എത്തുന്നില്ല, അതിൻ്റെ പകുതിയില്ല 1/10 പോലും എത്തുന്നില്ല. പക്ഷേ എന്താണ് NCERTനെക്കാട്ടും കുറച്ചും കൂടി ലെവൽ കൂടിയ ചോദ്യങ്ങളാണ്. അപ്പോൾ അതായിരിക്കും ഞാൻ അതിൽ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ചാപ്റ്റർ ഞാൻ അങ്ങ് അവസാനിപ്പിക്കും. അതിൽ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കാണ് ചോദിക്കാൻ ചാൻസ് ഇല്ല. വൈ ഡു വി ഹാവ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഫ്രം സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഒരേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്തുണ്ട്, നമ്മളിപ്പോൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, മീറ്ററിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും, കിലോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യും. നമ്മൾ അതേപോലെ മാസിന നമ്മൾ ചിലപ്പോൾ എന്ന് പറയേണ്ടത് 1/2 ലിറ്റർ, അതായത് നമ്മളെ ഇതിപ്പോൾ എന്താ പറയുക 1 കിലോ, അതായത് 1 കിലോ എന്നല്ല, 1 കിലോ തക്കാളി എന്നല്ല പറയാം. ഞാൻ 1 കിലോ തക്കാളി എന്നല്ല പറയല്ലേ, നിങ്ങളെ നാട്ടിലല്ലേ നാളെ പറയല്, ഞാനല്ല 1 കിലോ തക്കാളി എന്ന് പറയും. പിന്നെ 200 ഗ്രാം ബീൻസ്, 200 ഗ്രാം ബീൻസ് നമ്മളല്ലാണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളുടെ അടുത്ത് 200 ഗ്രാം ബീൻസ് എന്ന് പറയുന്നതിൻ്റെ അവർ 0.2 കിലോഗ്രാം ബീൻസ് എന്ന് ഞാൻ പറയില്ലല്ലോ. ചേട്ടാ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് പച്ചക്കറി വേണോ, നമ്മളെ വറക്കേൻ എന്ത് വേണം, വറക്കാനാണല്ലോ നമ്മൾ വറവായിട്ടാണല്ലോ നമ്മൾ ബീൻസ് ഉപയോഗിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 0.2 കിലോഗ്രാം, എനിക്കിത് പറയുന്നത് കുറച്ചും കൂടി അസൗകര്യം, അല്ലെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ എന്താ 200 ഗ്രാം ബീൻസ് വേണം, അതല്ലേ കുറച്ചും കൂടി ഒരു ഫ്ലോയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഒരേ ക്വാണ്ടിറ്റീന് പല പല യൂണിറ്റ്സ് ഉപയോഗിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ ബേസിക്കലി ചോദിച്ചിരിക്കുന്നത്. അതിലൊരു എന്താണ് ഇത്, അതായത് ഇതിൻ്റെ ഒരു റീസൺ കൊടുത്തിട്ടില്ല. അത് വാല്യൂ ഓഫ് എനി ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി മേ വേരി ഓവർ എ വൈഡ് റേഞ്ച് ദെയർഫോർ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് സ്പെഷ്യൽ. അതായത് ഇതേ ആവശ്യം തന്നെ, അതായത് നമ്മൾ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് പല പല യൂണിറ്റ്സിൽ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. ചിലതിനെ ഗ്രാം മതിയായിരിക്കും, ചിലതിനെ കിലോഗ്രാമിൽ പറയേണ്ടി വരും. 500 ഗ്രാം തക്കാളി എന്നെല്ലാം പറയുമ്പോൾ കുറച്ചും കൂടി അൺകംഫർട്ടബിൾ, അതായത് കേൾക്കുമ്പോൾ നേരെ സുഖമില്ല. 500 ഗ്രാം തക്കാളി, എൻ്റെ പകരം എന്താ 1 കിലോ തക്കാളി, 1 കിലോ പഞ്ചസാര. അല്ലാണ്ട് 1000 ഗ്രാം പഞ്ചസാര എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതെന്തൊരു നമുക്ക് വായി കേൾക്കുന്നതിനൊരു സുഖമില്ല. 1000 ഗ്രാം പഞ്ചസാര, ഞാൻ ഒരിക്കലും 1000 ഗ്രാം പഞ്ചസാര എന്നല്ല, ഞാനല്ല ചെറുപ്പം മുതലേ എന്താ പറയുക 1 കിലോ തക്കാളി, അല്ലെങ്കിൽ 2 കിലോ പുട്ടുപൊടി, അല്ലെങ്കിൽ 3 കിലോ ഗോതമ്പ് പൊടി എന്നല്ല പറയില്ല. അല്ലാണ്ട് 3000 ഗ്രാം എന്നാണ് പുട്ടുപൊടി, അല്ലെങ്കിൽ 3000 ഗ്രാം മുളക് പൊടി എന്നൊന്നും ഞാൻ പറയാറൊന്നുമില്ല. 3 കിലോ പുട്ടുപൊടി, 3 കിലോ ഗോതമ്പ് പൊടി, 200 ബീൻസ്, 200 വെണ്ട, 100 പച്ചമുളക്, അങ്ങനെയല്ല ഞാൻ പറയില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലാക്കുക. നെയിം ദ ഡിവൈസ്, ഇത് 1 മാർക്കാണ്. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ മാസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. മാസ് സ്പെക്ട്രോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ ആറ്റംസും മോളിക്യൂൾസും അത്രയും ടൈനി ആയിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ വിരലാണെങ്കിൽ എൻ്റെ വിരലിൻ്റെ ഇതാണ് ഈ ഒരു ഇത്ര പോലും എന്ന് പറയുക നിങ്ങൾക്ക് എൻ്റെ വിരലിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിലും കാണാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസിലാണ് നമ്മൾ ആറ്റംസും നമ്മളെ മോളിക്യൂൾസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ നമ്മളെ മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് മാസ് സ്പെക്ട്രോഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മളെ എക്സ്പ്രസ് യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ് ഇൻ കിലോഗ്രാം. അതിൻ്റെ വാല്യൂ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം. ജസ്റ്റ് ആ വാല്യൂ മാത്രം പഠിച്ചു നോക്കുക. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ചും കൂടി ലെവൽ കൂടി ടഫ് ക്വസ്റ്റ്യനാണെന്ന് വേണ്ടിയൊക്കെ പറയാം. കാരണം ഇവിടെ നിങ്ങൾ പല ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ് അറിയേണ്ടതുണ്ട്, പല ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ്, പല ചാപ്റ്റേഴ്സിൻ്റെ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് അറിയേണ്ടതുണ്ട്. അതായത് ഇൻ ദ എക്സ്പ്രഷൻ P = E_L² m⁻⁻2 where E, M, L and G denote energy, mass, angular momentum and gravitational constant respectively. അതായത് ഈ ഒരു ക്വാണ്ടിറ്റി എന്താണെന്ന് കാണിച്ചു തരുന്നവർ ഷോ ദാറ്റ് P is a dimensionless quantity. അതായത് അവർ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന നമ്മളൊരു ഇങ്ങനൊരു റിലേഷൻ ഉണ്ട്, ഇതെന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യുന്നപ്പോഴത്തേക്ക് നമ്മളെ അതായത് നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഡയമെൻഷൻലെസ് എന്ന് പറയണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് എന്തായിരിക്കണം, m⁻⁴, l⁻⁴, t⁻⁴. ഇങ്ങനെ വരുന്നെങ്കിൽ എന്താ, ഇത് എനിത്തിങ് ⁻⁴ is 1 × 1 × 1. അതായത് 1 കിട്ടണം നമുക്ക്, എന്നാലും നമുക്ക് ആ ക്വാണ്ടിറ്റി ഡയമെൻഷൻ, അതായത് ഇവിടെ അറ്റ്ലീസ്റ്റ് എമ്മിന് ഒരു പവറെങ്കിലും ഉണ്ടെങ്കിൽ m⁻⁴ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി, അപ്പോൾ അത് ഡയമെൻഷൻലെസ് അല്ല, അതിൻ്റെ ഡയമെൻഷൻ ഉണ്ട്, ഒരു മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ ബാക്കി ഉണ്ട് എന്നർത്ഥം. ഇത് 2 0 ആയിട്ട് കാര്യമില്ല, 3 0 ആവണം. അപ്പോൾ എന്താ, ഞാൻ ഡയമെൻഷൻസ് ഞാൻ കമ്പയർ ചെയ്യാൻ പോവാണ്. ഈ P എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല, ജസ്റ്റ് P എന്ന് പറയുന്നത് എന്തോ സാധനം എനിക്കറിയില്ല. E_L² m⁻⁻5 g⁻². ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ പല പല കോൺസെപ്റ്റ്, അതായത് ഈ ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്ന റൊട്ടേഷൻ എന്ന് പറയുന്ന പാഠത്തിലാണ്. എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ
+2 ഫിസിക്സിലെ നമ്മളൊരു ചാപ്റ്റർ ഉണ്ട്, നമ്മളെ ഡുവൽ നേച്ചർ. അതിലായിരിക്കും എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്നതായിരിക്കും. പിന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി മൾട്ടി കണക്റ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് എന്ന് അറിയേണ്ട ഡയമെൻഷൻസ് ഇതല്ലോ. എനർജീൻ്റെ ഡയമെൻഷൻ ml² T⁻². അത് നിങ്ങൾ ഈ പാഠത്തിൽ തന്നെ പഠിക്കുന്നുണ്ടാവും. അതായത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ml² T⁻⁻1 ആണ്. അത് നിങ്ങൾ ഓരോ പാഠം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ നോളജ് ഇവിടെ ആവശ്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ആവശ്യം. മാസ് എന്താണ്, അവിടെ പോയി മാസ് എടുക്കുക, മാസ് തന്നെ പ്രശ്നമില്ല, തന്നെ. ഈ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിൻ്റെത് m⁻⁻1 L³ T⁻². അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4 വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ അതായത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ a⁻m × a⁻n ഇവിടെ ബേസ് സെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, a⁻m+n. എനിക്ക് ഈ 2 ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്യാം. a⁻m / a⁻n ആണെങ്കിലോ ബേസ് സെയിം ആണെങ്കിൽ a⁻m−1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതാണ് ബേസിക് കാര്യങ്ങൾ അതിൽ അറിയേണ്ടത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാണുന്നുണ്ട്, ഇത് m⁻−5 ആണല്ലോ. കാരണം നിങ്ങൾ ഇതിൻ്റെ മാത്രം നോക്കിയാൽ പോരും. ഇവിടെ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പവർ ഇട്ടിട്ടുണ്ടോ കൂടി നോക്കണം. അപ്പോൾ എന്താ, ഇതിന് പ്രത്യേകിച്ച് പവറൊന്നുമില്ല, അപ്പോൾ അതങ്ങനെ തന്നെ എഴുതാം. അതേപോലെ നമ്മളെ ഇതിപ്പോൾ എല്ലാം തോന്നല്ലേ, ml² T⁻⁻1 അതിൻ്റെ എന്തുണ്ട് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ m² L²ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ L⁻⁴, T⁻⁻1 സ്ക്വയർ എന്ന് പറയുമ്പോൾ T⁻⁻². പിന്നെ m-ൻ്റെ -5th പവർ ഉണ്ട്, അപ്പം m⁻⁻5. അതേപോലെ ഇവിടെ ഒരു -2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ, m⁻⁻1 L³ T⁻⁻², അതിൻ്റെ ഹോൾ പവർ -2 വരും. അപ്പോൾ ഈ -2 ഇൻറ്റു എന്താണ് -1 വരുമ്പോൾ എന്ത് ചെയ്യുക, ഇത് 2 ആയിട്ട് മാറും. ഇത് എന്താണ് 3 വരുന്ന സമയത്ത് -6 ആവും. ഇത് -2 × -2 T⁻⁴ ആയി വരും. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉണ്ട്, 1 ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാവും, 2 ഇവിടെ ഒരു -5 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എന്താണ് ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, +2. അപ്പോൾ 1 + 2 -5 + 2. അപ്പോൾ ഞാൻ ഒരുമിച്ച് എന്താണ് ഈ 4 ക്വാണ്ടിറ്റീസും m-ൻ്റെ 4 പവേഴ്സ് ഞാൻ ഒരുമിച്ച് ആഡ് ചെയ്യുകയാണ്. m⁻1 + 2 -5 + 2. അതായത് 1 ഈ സ്ക്വയറിൻ്റെ അത് 2 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു -5 ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ എന്താ 1 + 2 എത്രയാണ്, 3 -5 -2 -2 + 2 0. ഈ m എന്ന് പറയുന്ന ടേം 0 ആയി. നമുക്ക് ഫസ്റ്റ് കിട്ടേണ്ട ടേം ഓക്കെ ആയി. അടുത്തത് എല്ലിൻ്റെ എല്ലാ പവേഴ്സും കൂടി ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവാം. L² എവിടെ ഉള്ളത്, എല്ലിൻ്റെ സ്ക്വയർ അപ്പോൾ 2, പിന്നെ ഇവിടെ ഒരു എന്താ സ്ക്വയർ 2 കൂടിയിട്ട് എന്താ പറയുക, ഇതിൻ്റെ 2ൻ്റെ സ്ക്വയർ എന്തായി 4 ആയി. അപ്പോൾ 2 + 4 പിന്നെന്താ ഈ പറയുന്ന ഈ -2 ഇൻറ്റു എന്താണ് 3 അല്ല, അപ്പോൾ -6. അപ്പോൾ 2 + 4 -6, 2 + 4 എത്ര 6, 6 - 6 0. അപ്പോൾ L⁻0 കിട്ടി. അപ്പോൾ സെക്കൻഡ് ടേം ശരി, ഇതും കൂടി ശരിയായി കഴിഞ്ഞാൽ കാര്യം നടക്കും. അടുത്ത എന്താ T⁻⁻2, അപ്പോൾ -2. അതേപോലെ -1 × -2 എത്ര -2 തന്നെ, ഇവിടെയും ഒരു -2. അപ്പോൾ -2 അതേപോലെ -2 × -2 എത്ര +2 അല്ല +4, -2 × -2 +4. അപ്പോൾ 2 - 2 +4 വന്നു. അപ്പോൾ 2 - 2 എത്രയാ, അല്ല സോറി 2 - 2 അല്ല -2 - 2 എത്രയാ -4. ഇവിടെ ഒരു +4 ഉണ്ട്, -4ഉം +4ഉം കൂടി ക്യാൻസൽ ചെയ്ത് 0 ആയി. അപ്പോൾ T⁻0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, P = m⁻0 L⁻0 T⁻0 എന്നും പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്താ നമുക്ക് പറയാം, ഹെൻസ് P is എന്താണ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇത് ക്വസ്റ്റ്യൻ ടഫാന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ ആംഗുലർ മൊമെൻറ്റത്തിന് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മുന്നോട്ട് ചെയ്യാനാവില്ല. പിന്നെ ഇല്ലെന്ന് വെച്ചാൽ ഈ ഒരു പവേഴ്സിൻ്റെ കളിയാണ്. a⁻m × a⁻n a⁻m+m എന്ന് പറയുന്ന a⁻m+n എന്ന് പറയുന്ന ആ റിലേഷനും കൂടി അറിയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മുന്നോട്ട് ചെയ്യാനാവും. ഇല്ലെങ്കിൽ പകുതിക്ക് വെച്ച് കുറേ ഇങ്ങനത്തെ m കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് സ്റ്റക്കായി പോകും. ഈ 2 കാര്യങ്ങൾ അറിയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. ഈ ടഫ് കാറ്റഗറി തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എക്സാമിന് പരമാവധി വരാതിരിക്കട്ടെ, പക്ഷേ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒന്നും കൂടി പറയണത് നല്ല ടഫിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻ ആയിട്ട് മാറാൻ കാരണം. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എനിക്ക് വരാൻ സാധ്യതയില്ലായിട്ട് തോന്നുന്നു. ചെറിയൊരു പാഠമാണ്, അതിൽ തന്നെ വരാൻ സാധ്യതയില്ല. എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന പാഠത്തിൽ വരാൻ ചാൻസിൽ NCERT എക്സാമ്പിൾസാണ് ഞാൻ നോക്കാൻ പോകുന്നത്.
അതിലിപ്പോൾ ഇതാ പേജ് നമ്പർ 19 എക്സാമ്പിൾ 2.3 എക്സാമ്പിൾ 2.4 ചെയ്യുക. ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്. അങ്ങനെ ഓർമ്മ നമ്മളെ മറ്റേ എന്തോ സാറ്റേൺ ഡേറ്റോ എന്തോ ടൈം പീരീഡ് ഡേറ്റോ നമ്മളെ എന്തോ ഒരു ക്വസ്റ്റൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആംഗുലർ ഡയമീറ്റർ എല്ലാം തന്നിട്ടില്ല. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതല്ലത് ഇതെല്ലാം പിന്നെ കുറേ തിയറിയാണ്. പിന്നെ 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 30ാമത്തെ പേജിൽ എക്സാമ്പിൾ 2.14 ചെയ്യുക. അത് ആവശ്യമുണ്ട്. സിഗ്നിഫിക്കൻറ്റ്. അതേപോലെ എക്സാമ്പിൾ 2.13 അത് രണ്ടും ആവശ്യമുണ്ട്. അതേപോലെ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ചോദ്യം ക്രിസ്മസ് എക്സാമിന് കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഹാവിങ് എ ടൈം ബോം ബ്ലാ 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 ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇസ് ടൈം പീരീഡ് യൂസിങ് മെത്തേഡ്സ് ഓഫ് ഡയമെൻഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ക്വസ്റ്റ്യന് NCERT ഒരു അക്ഷരം പോലും ഒരു ലെറ്റർ പോലും മാറാണ്ട് അതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതെന്താണെന്നുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ NCERT എക്സാമ്പിൾസിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് തീർക്കുക.